ഈ വഴിയിനി ഞാൻ തിരികെ വരില്ല, ഈ വഴിയിന്നെൻ്റെ അന്ത്യയാത്ര. ആറടി മണ്ണിൽ ഒതുങ്ങിടാൻ ഉടയവനോതി ഞാനിറങ്ങി. ഈ വഴിയിനി ഞാൻ തിരികെ വരില്ല, ഈ വഴിയിന്നെൻ്റെ അന്ത്യയാത്ര. ആറടി മണ്ണിൽ ഒതുങ്ങിടാൻ ഉടയവനോതി ഞാനിറങ്ങി. പ്രാർത്ഥന തൻ പൂത്താലവുമായി നിന്ന സന്യാസിനികളെ വൈദികരെ, പ്രാർത്ഥന തൻ പൂത്താലവുമായി നിന്ന സന്യാസിനികളെ വൈദികരെ, അൾത്താരയിലെ ശുശ്രൂഷികളെ യാത്ര ചോദിക്കുന്നു ഞാൻ, യാത്ര ചോദിക്കുന്നു. അൾത്താരയിലെ ശുശ്രൂഷികളെ യാത്ര ചോദിക്കുന്നു ഞാൻ, യാത്ര ചോദിക്കുന്നു. ഈ വഴിയിനി ഞാൻ തിരികെ വരില്ല, ഈ വഴിയിന്നെൻ്റെ അന്ത്യയാത്ര. ആറടി മണ്ണിൽ ഒതുങ്ങിടാൻ ഉടയവനോതി ഞാനിറങ്ങി. സഹയാത്രികരായി സുഖദുഃഖങ്ങളിൽ എന്നോടു ചേർന്ന സഹോദരരെ, സഹയാത്രികരായി സുഖദുഃഖങ്ങളിൽ എന്നോടു ചേർന്ന സഹോദരരെ, കടങ്ങളും കടപ്പാടുമായി യാത്ര ചോദിക്കുന്നു ഞാൻ, യാത്ര ചോദിക്കുന്നു. കടങ്ങളും കടപ്പാടുമായി യാത്ര ചോദിക്കുന്നു ഞാൻ, യാത്ര ചോദിക്കുന്നു.
Amen.
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മരിച്ചവരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ, കാലപ്രദേശം മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർതിരിഞ്ഞു പോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയങ്ങളോടെ നയിക്കുവാനായി വാനമേഘങ്ങളിൽ മകരത്തോടെയാകുന്നതിനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പോഴുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കടകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും അറിഞ്ഞുമറിയാതെ നിന്റെ ദാസൻ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്ന് മോചനം നൽകി നീതിമാന്മാർ വസിക്കുന്ന സ്വർഗീയവാസത്തിലേക്ക് ഈ സഹോദരനെ പ്രവേശിപ്പിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്റെ വാഗ്ദാനങ്ങളെ പ്രതീക്ഷിക്കാൻ നിന്റെ ദാസനെ ആശീർവദിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ഞാൻ പ്രവർത്തിക്കും മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ല വരുത്തു വരം പാകേ. ആകാശഭൂമി നിന്റേതാകുന്നു, ആകാശവും നീ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവരഭയം നീ നൽകണമേ മുതലായസും. ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം സുതരേ നിത്യവിരുന്നിൽ ചേർക്കണമേ. ജീവൻ നൽകി മകോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്ക
ഭാഗീയമായ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാ. നീ ആകാശത്തിലും ഭൂമിയിലും സ്ഥിരനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാ. ഉന്നതദ്രവനാം വിശിഹാനാഥ മൃതരെല്ലാരും നിന്നെ വിളങ്ങും വദനമുണരാ പരമരുടേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ പൊങ്ങി മുഴങ്ങും കാവലനാഥൻ പൂജിതമല്ലോ. അന്ത്യമിഴാത്തൂരവികലബോധം തുകരാതുകരേ മഹിമ ഒഴുകും മണവറയിങ്കിൽ ചെല്ലണമീശോ. ഞാൻ വിളിക്കുന്നു പ്രാർത്ഥന ക്ഷമിക്കണമേ. പാവമോടെ പകർന്നാകുന്നു വാഗ്ദാനത്തിലാകുന്നു. കാവൽക്കാരെ പോയി ഇസ്രായേൽ കാത്തിരിക്കുന്നു. ക്ഷീമോടെ പകരാകുന്നു. പരിശുദ്ധാത്മാവിനെ സ്തുതി. സജീവം ജീവദായകമായ സ്വന്തത്താൽ ആസനയേൽപ്പിച്ച കർത്താവേ, ആശ്രിതമകീയമായ നീതിയുടെ ദിവസത്തിൽ ഞങ്ങളുടെ വത്സല പിതാവിനെ നിയമിക്കുകയും നിന്റെ വലത്തുഭാഗത്തൊക്കെയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവൻ കരുണ നിറഞ്ഞവൻ നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ. കാലപ്രദേശങ്ങളോട് ഞങ്ങൾ നീ മഹിമയോടെ ഏർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിന്റെയും നാഥൻ ദൈവമായ മിശിഹായേ, നിന്റെ വിശുദ്ധയാളത്തോട് ദൈവദൂതന്മാരുടെ പ്രിയോടുകൂടെ വാനമേൽ നീ പ്രത്യക്ഷനാവുകയും സുഖരാഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷരായ കൊള്ളൻ തീർക്കുകയും ക്രിസ്ത്യാനികൾ നീതിമാന്മാർ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കുന്നവർക്കായി ലോകാത്ഭുതത്തിന് സജ്ജമാക്കപ്പെട്ട സുഖരായത്തിലേക്ക് ഞങ്ങളുടെ ഈ വത്സല പിതാവിനെ നീ സ്വീകരിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈ ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും പോൽ
സ്നേഹം നിങ്ങൾ തൻ കൂടെ വസിക്കും പ്രിയരേ. ഒന്നും കൂടെയെടുപ്പതിനാ ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നതോ അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. ഉപരിതങ്ങളാകുന്നു മനുഷ്യരെ ഏൽപ്പിക്കുന്നവരെ നാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, എന്ന് ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. തുടർന്ന് നീ ആകാശത്തെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർഭരം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാത്ത
പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിർഭനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം. എന്റെ സഹോദരനെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോട് കൂടെ മേഘങ്ങൾ എടുക്കപ്പെടും. നാം എന്നും കർത്താവോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. സ്നേഹിക്കപ്പെട്ട ബഹുമാനികളായ വൈദികരെ, സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട ജോൺ സാറിൻ്റെ നിര്യാണത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ദീർഘമായ ഒരു കാലം
ഈ ഭൂമിയിൽ ഒരു വിശ്വാസിയായി ജീവിച്ച് വിശ്വാസിയുടെ കടമകളും കർത്തവ്യങ്ങളുമൊക്കെ കുറവ് കൂടാതെ നിർവഹിക്കുന്നതിൻ്റെ തീക്ഷ്ണത കാട്ടി തൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ സ്വീകാര്യമാണ് എന്ന് നമുക്കൊക്കെ വ്യക്തമാക്കി തന്ന ഒരു ബഹുമാന്യമായ ജീവിതമാണ് മരണത്തിലൂടെ ഇവിടെ അവസാനിച്ചത്. ബഹുമാനപ്പെട്ട ജോൺ സാർ എന്നാണ് നമ്മളെല്ലാവരും വിളിക്കാറ്. അദ്ദേഹം എങ്ങനെയാണ് സാറായത് എന്നുള്ളതിനെ കുറിച്ച് എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്കറിയാം. ബഹുമാന്യരായ വ്യക്തികളെ നമ്മളൊക്കെ അഭിസംബോധന ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന്റെ സർക്കാർ ഉദ്യോഗത്തിന്റെ മഹിമയില് അദ്ദേഹത്തെ എല്ലാവരും കൂടുതൽ ബഹുമാനിക്കുവാനായിട്ട് അവസരമുണ്ടായി. അങ്ങനെ ജോൺ സാർ എന്നുള്ള നാമം അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് കിട്ടി. ഈ സാറ് തന്റെ ജീവിതത്തില് ഒരു ഉത്തമ വിശ്വാസിയായിട്ട് കർത്താവിന്റെ കൽപ്പനകളോട് വിശ്വസ്തയുള്ളവനായിട്ട് ജീവിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തില് എനിക്ക് കാണാൻ കഴിഞ്ഞ ഏറ്റവും വലിയ മേന്മ. തന്റെ ജീവിതത്തിലെ ഒത്തിരി പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന് ഒത്തിരി നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആരോഗ്യപരമായ കാര്യങ്ങൾ മറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒത്തിരി വേവലാതികൾ ഉള്ള ഒരു മനുഷ്യനായിരുന്നുവെങ്കിലും അവയെല്ലാം വളരെ സമന്വയത്തോടുകൂടി സംയമനത്തോടുകൂടി ക്രമീകരിക്കുന്നതിൽ അതീവമായ ജാഗ്രത കാണിച്ചുകൊണ്ട് ജീവിച്ച് കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. ഇനി കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹത്തിന് അസുഖം കൂടുതലാണ് എന്നറിഞ്ഞപ്പോൾ നേരിട്ട് കാണുവാനായിട്ട് അദ്ദേഹവും ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ചെന്നു. വളരെയധികം നേരം ഞങ്ങളുടെ ഹൃദ്യമായ സംഭാഷണ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് തന്റെ ഈ മാരകമായ അസുഖത്തെ കുറിച്ച് യാതൊരുവിധ ആശങ്കയുമില്ല. അദ്ദേഹത്തിന് സന്തോഷത്തോടുകൂടി ഈ ഭൂമിയിൽ നിന്ന് പിരിഞ്ഞു പോകുവാനായിട്ട് കൽപ്പനനാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ. ലോകത്തെയും ലോകത്തിന്റെ എല്ലാവിധ വശങ്ങളെയും കുറിച്ച് വ്യക്തമായിട്ട് അറിയുകയും സംസാരിക്കുകയും ചെയ്ത മനുഷ്യൻ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്റെ ജീവിതം അവസാനിക്കുന്ന വ്യക്തമായിട്ട് അറിയാമായിരുന്ന മനുഷ്യൻ വളരെ ഹൃദ്യമായ ഭാഷയിൽ എന്നോടും അവിടെ ഉണ്ടായിരുന്ന കുടുംബാംഗങ്ങളോടും സംസാരിച്ചു എന്നുള്ളത് എനിക്കിപ്പോഴും വലിയൊരു അത്ഭുതമായിട്ട് തോന്നുകയാണ്. ഞാൻ ചേർത്തലയിൽ നിന്ന് എടത്വായിലേക്ക് പോകുന്ന വഴിയിൽ ചിന്തിക്കുകയായിരുന്നു, എങ്ങനെ ഒരു മനുഷ്യന് കേവലം പച്ചയായ ഒരു മനുഷ്യന് സാധിക്കും. അദ്ദേഹത്തിന് ദൈവത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ദൈവ കൃപയിലുണ്ടായിരുന്ന ആ ഒരു വിശ്വാസമാണ് അദ്ദേഹത്തെ തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലും സന്തോഷത്തിനായിട്ട്, എനിക്ക് അസുഖങ്ങളുണ്ട്, മാറാത്ത അസുഖമാണ്, എന്നെയും കൊണ്ട് ഇത് പോവുകയുള്ളൂ എന്നൊക്കെ അറിയാമായിരുന്ന വ്യക്തി വളരെ സന്തോഷത്തോടു കൂടി അവസാന നിമിഷങ്ങളെ നേരിടുവാനായിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ 2014 ഇവിടെ വരുമ്പോൾ ഫാത്തിമ കപ്പേളയുടെ നിർമ്മാണം അതിന്റെ പ്രാരംഭഘട്ടത്തില് നിൽക്കുകയാണ്. മുൻപോട്ട് പോകുവാനായിട്ട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റ് നൈയാമിക പ്രശ്നങ്ങളുണ്ട്. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇതിന്റെ പണികൾ ഏറ്റവും വേഗം പൂർത്തിയാക്കണമെന്ന് എന്നും രാവിലെയും വൈകിട്ടും കാണുമ്പോഴൊക്കെ ജോൺ സാർ പറയുമായിരുന്നു. അദ്ദേഹമായിരുന്നു അതിന് നേതൃത്വം കൊടുത്തിരുന്ന കൺവീനർ. അതുകൊണ്ട് തന്നെയും അത് പൂർത്തിയാക്കണമെന്ന് അദ്ദേഹത്തിന് വലിയൊരു ഇച്ഛാശക്തി ഉണ്ടായിരുന്നു. അത് സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാൻ വേണ്ടി അദ്ദേഹം തന്റെ ആരോഗ്യം നോക്കാതെ, തന്റെ കയ്യിലുള്ള പണത്തിന്റെ കുറവ് നോക്കാതെ, സാഹചര്യങ്ങളുടെ അസ്വസ്ഥതകളെ നോക്കാതെ അദ്ദേഹം ധീരതയോടുകൂടി എപ്പോഴും കമ്മിറ്റിക്കാരെയൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരു ശീലമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പണികളെല്ലാം അവസാനിച്ചപ്പോൾ തീർച്ചയായിട്ടും വളരെ ആത്മസംതൃപ്തിയോടുകൂടി അദ്ദേഹത്തിന് കൺവീനർ സ്ഥാനം ഒഴിയാനായിട്ട് കഴിഞ്ഞു. അത് ഒഴിയുമ്പോൾ ഏതാണ്ട് നല്ലൊരു തുക അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഈ ദേവാലയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം
ചെലവഴിച്ചു എന്നുള്ളതും പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. മറ്റാരെയേക്കാൾ കൂടുതലായിട്ട് ഈ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ടുള്ള ദേവാലയ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഒത്തിരി പരിമിതികളുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. തറ പൊങ്ങുന്നത് മുടങ്ങി ഒത്തിരി കാര്യങ്ങൾ അവിടെ ചെയ്യുവാനായിട്ട് വേണ്ടത്ര ഇച്ഛാശക്തിയോടുകൂടി അദ്ദേഹം നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ തീർച്ചയായിട്ടും ദൈവമഹത്വത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ടാണ് അദ്ദേഹത്തിന് ഈ നിർമ്മാണ പ്രവർത്തനത്തിലൂടെ സാധിച്ചത്. അതുപോലെ തന്നെ തനിക്ക് സാമ്പത്തികമായ സ്രോതസ്സുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം അദ്ദേഹം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല. ആരോടും പറയാതെ ആരോരും അറിയാതെ അനേകം പേർക്ക് അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലെ, സാമ്പത്തിക പ്രതിസന്ധികളിലെ, അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളിലെ, ജീവസന്ധാരണത്തിന്റെ വിഷയങ്ങളിലൊക്കെ സഹായിക്കാനായിട്ട് അദ്ദേഹം തയ്യാറാകുമായിരുന്നു. ആരെങ്കിലും അത്യാവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ജോൺ സാറിന്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരിക്കലും അദ്ദേഹം അവരെ നിരാകരിക്കുമായിരുന്നില്ല. അച്ഛന്മാരോടുള്ള സ്നേഹം കൊണ്ടാണോ രോഗികളോടുള്ള താല്പര്യം കൊണ്ടാണോ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് നന്മ ചെയ്യുവാനായിട്ട് കിട്ടിയ അവസരങ്ങളെ ഒന്നും അദ്ദേഹം വെറുതെ കളഞ്ഞില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലെ ഒരു ബഹുമാന്യനായ ഒരു വ്യക്തിയെന്ന് നമ്മളൊക്കെ ആദരിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവസമക്ഷം ഈ സഹോദരന്, ഈ വ്യക്തിക്ക് ഒത്തിരി സമ്പാദ്യങ്ങളെ ചെറുക്കൊണ്ടുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് കേവലം ഒരു ഭംഗിവാക്കല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാനായിട്ട് എനിക്ക് കഴിയും. ഞാനിവിടെ നിന്ന് പോയിട്ട് ഇപ്പോൾ 2 വർഷമാകുന്നതിനിടയിൽ പല പ്രാവശ്യം അദ്ദേഹം വ്യക്തിപരമായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളിലും എന്നോട് നിർദ്ദേശങ്ങളൊക്കെ ചോദിക്കുകയും അങ്ങനെ ഒത്തിരി വ്യക്തതയോടുകൂടി ജീവിതത്തെ നോക്കിക്കണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ജോൺ സാറിൻ്റെത്. തീർച്ചയായിട്ടും മരണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന, ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരവസ്ഥയാണ് നമുക്കറിയാം. വിശ്വാസിയുടെ മരണത്തിന്റെ പ്രത്യേകത അവൻ ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിക്കുന്നെങ്കിലും നിത്യതയിലേക്കുള്ള അവന്റെ യാത്രയാണ്. നിത്യതയിലേക്ക് പോകുമ്പോഴേ കൂടെ കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് കയ്യിൽ എന്തെങ്കിലും ഉണ്ടാകണം എന്നുള്ളത്, അവിടെ പ്രവേശിക്കുവാനായിട്ടുള്ള മേന്മ നമ്മുടെ കൈവശം ഉണ്ടാകണം എന്നുള്ളത് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. അവസാന വിധിയെക്കുറിച്ച് പറയുന്ന മത്തായിയുടെ സുവിശേഷത്തില് ഈ ലോകത്തിലെ നന്മ ചെയ്തവർക്കാണ് അവിടുന്ന് നിത്യത കൈവരിക്കുവാനായിട്ട് അവസരം കൊടുക്കുക. ഒരു ഗ്ലാസ് പച്ചവെള്ളം ഒരുത്തിനെ കൊടുത്തെങ്കിൽ പോലും പ്രതിഫലം അത് കിട്ടാതിരിക്കുകയില്ല എന്ന് കർത്താവ് തീർച്ചയായും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അനേകം ആളുകൾക്ക് അനേകം അവസരങ്ങളിൽ അത്താണിയായി തീർന്ന ഈ സാറിന്റെ ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ ഒട്ടിവഴിച്ചു നടക്കുവാനായിട്ട് സാറ് തയ്യാറായിരുന്നില്ല. അതുപോലെ തന്നെ തന്റെ കടമകളോടും ഉത്തരവാദിത്തങ്ങളോടും, അത് സഭയോടാണെങ്കിലും കുടുംബത്തോടാണെങ്കിലും മക്കളോടാണെങ്കിലും ഒക്കെ അത് ഏറ്റവും മേന്മയോടുകൂടി ചെയ്യുന്നതിൽ അദ്ദേഹം ഉത്സുകനായിരുന്നു. അതുപോലെ തന്നെ സഭാ അധികാരികളെയൊക്കെ വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതില്, അവരെയൊക്കെ മാനിച്ച് പ്രവർത്തിക്കുന്നതില് ഒത്തിരിയും തീഷ്ണത കാണിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. മറ്റു പലരും കാണിക്കുന്ന പോലെ അദ്ദേഹം കാണിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് നന്മയുടെ വഴിയില് ക്രിസ്തുവിന്റെ അനുയായിയായിട്ട് ജീവിക്കാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിളിയെ തിരിച്ചറിഞ്ഞ് ജീവിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ വലിയൊരു സൗഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ നിത്യതയുടെ രാജ്യത്തില് അദ്ദേഹത്തിന് കർത്താവ് ഇരിപ്പിടം കൊടുക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അത് സംഭവ്യമാകട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ജോൺ സാറിന്റെ സേവനങ്ങളെ സഭ അനുസ്മരിക്കുകയും ആദരവ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. പ്രത്യേകമായിട്ടും അദ്ദേഹം ഈ ചെറിയ സമൂഹത്തോട് നേതൃത്വം നൽകി നിന്നുകൊണ്ട് കൊടുത്ത എല്ലാ നന്മകൾക്കും ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സാറിന്റെ വേർപാടിലെ ദുഃഖിതരായിരിക്കുന്ന ജീവിത പങ്കാളിയും മക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട്. അവരെല്ലാവരെയും കർത്താവ് സമാധാനവും സന്തോഷവും നൽകി പ്രത്യാശ നൽകി ആശ്വസിപ്പിക്കട്ടെ. ഈ സാറിന്റെ നല്ല ഗുണവിശേഷങ്ങൾ ഈ കുടുംബത്തിലൂടെ ഇനിയും ലോകത്തിന്, നാടിനെ ദർശിക്കുവാനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ജോൺ സാറിന്റെ ആത്മാവിന് നിത്യമായ ശാന്തി നൽകട്ടെ. ആമേൻ. നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും
അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധമാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാബുട്ടായ നിന്റെ അമൂല്യമായ രക്തത്തിന്റെ രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവത്താനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, ബിരുദത്തിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. വ്യാകുലമാനസനായ എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. ഭീകരമരണത്തിൻ കാലടി
ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടിയനെ അണിയിക്കുമാറാകട്ടെ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. ഞാൻ
ഈ
നിത്യത തന്നിൽ പോകുന്നു ഞാനെൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെയും കാത്ത് വഴി കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാൻ എൻ്റെ വീട്ടിലമോദമായി, പറയല്ലേ പ്രിയരേ അരുതേയെന്ന്. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ, തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിൻ്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിൽ. സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിങ്ങൾ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പലപ്പോഴും എപ്പോഴും ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ, പിരിയാം ഇപ്പോൾ കാണാം അവിടെ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ, പിന്നിൽ മനസാലുപേക്ഷിച്ച്